everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ച് സാറാണ്. Our examination is just around the corner. 2026 മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ചയാണ് നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർച്ച് 9 തിങ്കളാഴ്ച രാവിലെയാണ് ഇംഗ്ലീഷ് എക്സാം. ഉറപ്പായിട്ടും ഇംഗ്ലീഷ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ കൺസേൺ, ആശങ്ക എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ. ഉറപ്പായിട്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള കൺസേൺ തന്നെയാണ്. കാരണം 80 മാർക്കിന്റെ എക്സാമിൽ 20 മാർക്കിനാണ് ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല. ടെക്നിക്കലി ദാറ്റ് ഈസ് 25 മാർക്സ്. എങ്ങനെയാണെന്നറിയോ? 5 മാർക്കിന് നമുക്കൊരു ക്വസ്റ്റ്യൻ മേക്കിംഗ് ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 25 മാർക്കിനാണ് ഗ്രാമറിൽ നിന്ന് മാത്രം ചോദ്യം ചോദിക്കുന്നത്. ആൻഡ് ഇഫ് യു ആർ ഡ്രീമിങ് an A+ in English, that 25 marks, ladies and gentlemen, is very crucial. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവുന്നത് വേണ്ട. നിങ്ങളുടെ കൂടെ നാച്ചു സാറുണ്ട്. ഗംഭീരമായിട്ട് നമ്മൾ ഗ്രാമർ പഠിക്കും. ആൻഡ് ഉറപ്പായിട്ടും ഇനി വരാൻ പോകുന്ന വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ സൈലത്തിന്റെ എൻ ഗെയിം ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യാം. നോക്കൂ, ഗ്രാമർ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ലോജിക്. നമ്മളൊരു മാത്തമാറ്റിക്സ് ഒക്കെ ചെയ്യുന്നത് പോലെ, നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റൂൾസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആസ് മെനി ക്വസ്റ്റ്യൻസ് ആസ് പോസിബിൾ. ആൻഡ് ഡോണ്ട് വറി, ഐ ഹാവ് ഗോട്ട് യു കവേർഡ്. ഞാൻ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ തരും. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരും. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറന്നു പോകരുത്. ബിക്കോസ് യുവർ ഫീഡ്ബാക്ക് മാറ്റേഴ്സ് എ ലോട്ട്. ആൻഡ് ലൈക്ക് ദ വീഡിയോ ഇഫ് യു ലൈക്ക് ഇറ്റ്, ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ യു. ആൻഡ് നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം. ആൻഡ് തമ്മിൽ പറഞ്ഞതുപോലെ ഞാൻ റിപ്പോർട്ടർ സ്പീച്ചിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇത് നമ്മുടെ കേരള സർക്കാർ പബ്ലിഷ് ചെയ്ത 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, സെറ്റ് എ ബി സി എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സെറ്റ് എയിലെ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ ഇൻ ദ ആറ്റിക്. ഓക്കെ, നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. റൂള് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ റൂൾ മുതൽ പഠിപ്പിക്കുന്ന വീഡിയോസ് ലോഡിംഗ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട. സോ സ്റ്റെപ്പ് നമ്പർ 1, നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ ആരാണ് സംസാരിച്ചു തുടങ്ങുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കാം. ആൻഡ് നമ്മളിവിടെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? യെസ്, സോ സ്പിൽമാൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. പക്ഷെ സ്പിൽമാൻ ആസ്ക്ഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് പ്ലീസ് ഡോണ്ട് ഷൂട്ട് എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, സ്പിൽമാൻ റിക്വസ്റ്റഡ് ആരോട്? ദ പോളിഷ് ലെഫ്റ്റനന്റ്. അല്ലെ, ല്യൂട്ടനന്റ് എന്ന് വായിക്കരുത്. ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ലെഫ്റ്റനന്റ്. ഓക്കെ, സ്പെല്ലിംഗ് എന്താണ്? LIUTENANT. ഓക്കെ, സോ എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? സ്പിൽമാൻ റിക്വസ്റ്റഡ് ദ പോളിഷ് ലെഫ്റ്റനന്റ് പ്ലീസ് ഡോണ്ട് ഷൂട്ട്. സോ നമ്മൾ എപ്പോഴും ഒരു കമാൻഡ്, ഓർഡർ, റിക്വസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് 2+V1 ആണ്. എന്താണ് 2+V1? ഫോർ എക്സാമ്പിൾ, എ എന്ന് പറഞ്ഞ ഒരാൾ ബിയോട് പറയാണ്, പ്ലീസ് ബ്രിങ് മി എ ഗ്ലാസ് ഓഫ് വാട്ടർ. അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യുക? എ റിക്വസ്റ്റഡ് ബി ടു ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. അവിടെ വേർബ് ബ്രിങ് ആണ്. സോ അതിന്റെ V1 ബ്രിങ്. സോ ഇവിടെ എന്താണ്? സ്പിൽമാൻ റിക്വസ്റ്റഡ് ദ പോളിഷ് ലെഫ്റ്റനന്റ് ടു ഷൂട്ട്. ടു ഷൂട്ട്. പ്ലീസ് വേണ്ട, റിക്വസ്റ്റഡ് മതി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അല്ല പറയുന്നത്, എന്നെ ഷൂട്ട് ചെയ്യൂ എന്നല്ല പറയുന്നത്, ഷൂട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യാൻ മതി? ആ 2യുടെ മുമ്പിൽ എന്ത് ചേർത്താൽ മതി? ഒരു നോട്ട് ചേർത്താൽ മതി. സോ സ്പിൽമാൻ റിക്വസ്റ്റഡ് ദ പോളിഷ് ലെഫ്റ്റനന്റ് നോട്ട് ടു ഷൂട്ട് ആൻഡ് എന്നിട്ടോ പറഞ്ഞു എന്ന് വേണമെങ്കിൽ എഴുതുക, അല്ലെങ്കിൽ ആഡഡ് ദാറ്റ് എന്ന് കൂടി എഴുതിക്കോ. ആൻഡ് ആഡഡ് ദാറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ദാറ്റ് ഉപയോഗിച്ചത്? ഐ ആം എ പോളിഷ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ്. സോ ഐ എന്നുള്ളത് മാറിയിട്ട് എന്താവും? ഹി എന്നാവും. ആം എന്നുള്ളത് ഈസോ ആമോ ആറോ വന്നാൽ വാസിലേക്കോ വേറിലേക്കോ മാറണം. ഇവിടെ ഹി സിംഗുലർ ആയതുകൊണ്ട് ഐ ആം എ പോളിഷ് എന്നുള്ളത് ഹി വാസ് പോളിഷ്. ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, ഇനി ഇതിന്റെ ബി പാർട്ടിലേക്ക് വരുമ്പോൾ പോളിഷ് ലെഫ്റ്റനന്റ്. ഇവിടെ ഒരു ചോദ്യമാണ് അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ് ഇൻ റിട്ടേൺ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? സിംപിളി കീപ് ഇറ്റ് സിമ്പിൾ. ഓക്കെ, പോളിഷ് ലെഫ്റ്റനന്റ് ആസ്ക്ഡ്. ഇനി ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ ലിങ്കിങ് വേർഡ് സെയിം ക്വസ്റ്റ്യൻ വേർഡ് ആണ്. സോ വാട്ട് നിങ്ങൾ അതുപോലെ എഴുതുന്നു. അടുത്തത് സബ്ജക്റ്റ് ആണ്. യു എന്നുള്ള സബ്ജക്റ്റ് മാറി എന്താവും? ഹി എന്നാവും. അടുത്തത് ആർ ഡൂയിങ് ആണ്. ആർ ഡൂയിങ് എന്നുള്ളത് മാറി എന്താവും? വാട്ട് ഹി വാസ് ഡൂയിങ് in the German court now, and you put a full stop.
ഓക്കെ, ദിസ് ഈസ് ദാറ്റ് സിമ്പിൾ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. വീണ്ടും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ബിയിൽ റിപ്പോർട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസും ഗംഭീരമായി നമ്മൾ എന്ത് ചെയ്യും, ഇനി വരുന്ന വീഡിയോ സെഷൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, നമ്മൾ പഠിക്കും, അടിപൊളിയായി നമ്മൾ ക്ലാരിറ്റി വരുത്തും. ആൻഡ് മൂവിങ് ഓൺ. സോ ദിസ് ഈസ് ഫ്രം ദ ചാപ്റ്റർ എ ഫീനിക്സ് റൈസസ്. ഓക്കെ, അരുണാചലം മുരുകാനന്ദത്തിന്റെ ബയോഗ്രഫിയാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ എ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ഇവിടെ ഒരു ചോദ്യമായതുകൊണ്ട് ഞാൻ എങ്ങനെ തുടങ്ങുന്നു? പരുൾ ആസ്ക്ഡ് ബബ്ലു. പരുൾ ആസ്ക്ഡ് ബബ്ലു. ശരി, ഇവിടെ വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡിലാണ് ഈ WH ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ലിങ്കിങ് വേർഡും എന്ത് തന്നെയാണ്? വൈ തന്നെയാണ്. ഇവിടെ ദാറ്റ് ഒന്നും എഴുതണ്ട. സോ പരുൾ ആസ്ക്ഡ് ബബ്ലു വൈ. അടുത്തത് സബ്ജക്റ്റ് ആണ്. ലിങ്കിങ് വേർഡ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. സോ വൈ കഴിഞ്ഞാൽ എന്താവും? സബ്ജക്റ്റ് യു എന്നുള്ളത് മാറി ഹി എന്നാവും. ഇനി ഡോണ്ട് സ്റ്റോപ്പ്, ഡുവോ ഡസോ വന്നാൽ ഡിഡ് ആവും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡോണ്ട് വന്നാൽ ഡിഡിൻ്റ് ആവും. സോ വൈ ഹി ഡിഡിൻ്റ് സ്റ്റോപ്പ്. യുവർ എക്സ്പെരിമെന്റ്സ് എന്നത് മാറിയിട്ട് ഹിസ് എക്സ്പെരിമെന്റ്സ് വിത്ത് ബ്ലഡ് ആൻഡ് നാപ്കിൻസ് എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും. ഓക്കെ, ആൻഡ് ബൈ ദ വേ ഇഫ് യു വണ്ടറിങ് ഹു ഇസ് പരുൾ, ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വായിക്കുക. അതിലൊരു നെയ്ബർ വുമന്റെ കാര്യം പറയുന്നുണ്ട്. നെയ്ബർ വുമൻസ് ഡോട്ടർ പരുൾ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ദാറ്റ് പരുൾ. ഓക്കെ, ആൻഡ് ബി പാർട്ടിലേക്ക് പോവാണ്. സോ ഇവിടെ നമ്മൾ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ബബ്ലു പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? ബബ്ലു റിപ്ലൈഡ്. ഇവിടെ ലിങ്കിങ് വേർഡ് എന്താ? ദാറ്റ് ആണ്. കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബബ്ലു റിപ്ലൈഡ് ദാറ്റ്. സബ്ജക്റ്റ് ഐ എന്നുള്ളത് മാറിയിട്ട് ഹി എന്നാവും. സോ ഐ എന്നുള്ളത് ഹി ആവും. ഇവിടെ ആം എന്നുള്ളത് എന്താവും? വാസ് ആവും. സോ ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ഡു. അവിടെ ഡു മാറില്ല, കാരണം ടു കഴിഞ്ഞിട്ട് V1 തന്നെ വരണം. പിന്നെ നമ്മൾ ഓൾറെഡി വേർബ് മാറ്റിയിട്ടുണ്ട് ആ സെന്റൻസിൽ. ടു ഡു സംതിങ് ഗുഡ് ഫോർ, പിന്നെ നോക്കി എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ഗുഡ് ഫോർ ദ പുവർ വിമൺ ഇൻ മൈ വില്ലേജ്. ശ്രദ്ധിക്കണം, ചെറിയ വ്യത്യാസം ഉണ്ടല്ലേ. മൈ വില്ലേജ് എന്നുള്ളത് മാറിയിട്ടുണ്ടാവും, ഹിസ് വില്ലേജ് എന്നാവും. ഇത്രേ ഉള്ളൂ കാര്യം. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ആൻഡ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫീഡ്ബാക്സ്, നിങ്ങളുടെ കമന്റ് ബോക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പോഴേ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോഴേ ഇനിയും ഇതിലും ഗംഭീരമായ വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ആൻഡ് നമ്മൾ എന്തായാലും പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് സിയിലെ ആ ചോദ്യം കൂടെ ചെയ്യാം. ദിസ് ഇസ് ഫ്രം ദി ചാപ്റ്റർ ശാകുന്തള അല്ലെ, ശാകുന്തളത്തിലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എ പാർട്ടിലേക്ക് പോവാണ്. ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ? സോ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ തുടങ്ങാം? കിങ് വേണമെങ്കിൽ ദ കിങ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ അവരവിടെ പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു ബഹുമാനം കൊടുത്തേക്കാം. നമുക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദ കിങ് ആസ്ക്ഡ് ദ ടു ഹെർമിറ്റ്സ്. The two hermits. ഇനി ഈസ് ദ ഹെർമിറ്റ് ഫാദർ ദർ എന്നുള്ളത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ലിങ്കിങ് വേർഡ് എന്താണ്? ഇഫ് ആണ്. അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം, WHETHER ഉപയോഗിക്കാം. സോ ദ കിങ് ആസ്ക്ഡ് ദ ടു ഹെർമിറ്റ്സ് ഇഫ്. സബ്ജക്റ്റ് ദ ഹെർമിറ്റ് ഫാദർ ആണ്. അപ്പൊ അതിനെ എഴുതുക ഇഫ് ദ ഹെർമിറ്റ് ഫാദർ. ഇനി വേർബ് മാറണം. ഈസ് എന്നുള്ളത് മാറി എന്താവും? വാസ് ആവും. വാസ് ദർ. ദർ എന്നുള്ളതിന് മാറ്റം വരില്ല. ഹിയർ എന്നാണെങ്കിൽ ദർ എന്നാണ്. പക്ഷെ ദർ റിമെയിൻസ് ആസ് ദർ. ഇനി നമ്മൾ ഇതിന്റെ ബി പാർട്ടിലേക്ക് പോവാണ്. ബി പാർട്ട് എങ്ങനെയാ തുടങ്ങുക? ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ്. നോ എന്നാണ്. സോ നമ്മൾ സാധാരണ ചെയ്യാറ് നോ എന്നുള്ളപ്പോൾ റിപ്ലൈഡ് നെഗറ്റീവിൽ നിന്ന് എഴുതും. യെസ് എന്നാണെങ്കിൽ എന്ത് എഴുതും? റിപ്ലൈഡ് പോസിറ്റീവിൽ നിന്ന് എഴുതും. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താം? അവിടെ ഉണ്ടോ എന്നാണല്ലോ ചോദിക്കേണ്ടത്. അപ്പോൾ ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് ഇൻ ദർ എന്നൊക്കെ പറയാം. ഇനി അല്ലെങ്കിൽ യു കീപ് ഇറ്റ് സിമ്പിൾ. ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സെഡ് ദാറ്റ് എന്നോ അല്ലെങ്കിൽ ആൻഡ് ആഡഡ് ദാറ്റ്. ഇനി വേണമെങ്കിൽ നെഗറ്റീവ് ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ് നെഗറ്റീവ്ലി ദാറ്റ് എന്ന് എഴുതാം. ഇനി കുറച്ചുകൂടെ നന്നായിട്ട് ദ ടു ഹെർമിറ്റ്സ് റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് ആഡഡ് ദാറ്റ്. ഹി ഹാസ് ലെഫ്റ്റ്. അവിടെ ഹി എന്നുള്ളതിന് മാറ്റം ഒന്നും വരില്ല, ഹി തന്നെയാണ്. പക്ഷേ ഹാസ് ലെഫ്റ്റ് എന്നുള്ളത് മാറി എന്താവും? ഹാഡ് ലെഫ്റ്റ് എന്നാവും. പാസ്റ്റിലേക്ക് പോവും. ഹാഡ് ലെഫ്റ്റ് ഹിസ് ഡോട്ടർ ടു വെൽക്കം the guest and has just gone എന്നുള്ള എന്താവും? had just gone to
സോമതീർത്ഥ. ഓക്കെ, എനിക്കറിയാം ഇതിൻ്റെ ആൻസർ കീയിൽ നോക്കുന്ന സമയത്ത് ചെറിയ വാരിയേഷൻ ഉണ്ടാകും. കാരണം നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ്നെസ് അനുസരിച്ച് എന്ത് ചെയ്യും, ചെറിയ വാരിയേഷൻസ് വരുത്തും. പക്ഷേ ഐ ബിലീവ് നമ്മൾ കുട്ടികൾ, നിങ്ങൾ കുട്ടികൾ ഒരു റിപ്പോർട്ട് സ്പീച്ച് പോലെ ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്ര സുഖകരമില്ലാത്ത ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് നമ്മളൊരു റൂൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് തെറ്റില്ല, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ റൂൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത്. ദ 2 hermits replied negatively and added that he had left his daughter to welcome the guest and had just gone to സോമതീർത്ഥ എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് തരണം. കാരണം അവിടെ നിങ്ങൾ കൃത്യമായിട്ട് ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് വേർബിനെ ബാക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചേഞ്ചസ് നടത്തിയിട്ടുണ്ട്. ആൻഡ് ഐ ബിലീവ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കുമെന്ന്. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇത്രയും സമയം ഇവിടെ വന്നില്ലേ, ഓക്കെ, ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ആൻഡ് സൈലത്തിൻ്റെ എൻ ഗെയിം ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജാനുവരി 26 വരെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ ഗെയിമിൽ ജോയിൻ ചെയ്യാം. ഒരുപാട് പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് ഓൾറെഡി അസ്ത്ര ബാച്ചിലുണ്ട്. ഞാൻ പുറത്ത് നിൽക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ഒരുമിച്ച് അകത്തേക്ക് വരുമോ, നമുക്ക് ഗംഭീരമായിട്ട് പഠിക്കാം. So people, I wish you all the best and I'll see you in the next video. Until we see you next time, this is Nasser Faruddin, നിങ്ങളുടെ സ്വന്തം നാച്ചസ് signing off from Xylem Learning. Happy learning everybody. I love you.